കളിസ്ഥലത്തിന് പിരിച്ച 15 ലക്ഷം രൂപ കാണാനില്ലെന്ന് മതിലകം പഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റ്. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റും മുൻ മതിലകം പഞ്ചായത്ത് അംഗവുമായിരുന്ന സുനിൽ പി മേനോൻ മുഖപുസ്തകത്തിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത്. മതിലകം പഞ്ചായത്ത് കളിസ്ഥലം വാങ്ങുന്നതിനായി കഴിഞ്ഞ ഭരണസമിതി കാലയളവിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും 7ാം വാർഡ് മെമ്പറുടെയും പേരിൽ കളിസ്ഥല ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. കളിസ്ഥലത്തിനു വേണ്ടി പഞ്ചായത്ത് അംഗമായിരുന്ന സുനിൽ പി മേനോനും 60,000-ഓളം രൂപ പിരിച്ച് നൽകിയിരുന്നു. ഇങ്ങനെ പിരിച്ച പണമാണ് കാണാതായിരിക്കുന്നതെന്നാണ് സുനിലിന്റെ ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങൾ ഇങ്ങനെ: മതിലകം ഗ്രാമപഞ്ചായത്തിൽ 2015-2020 ഭരണസമിതി മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ രസീത് അടിച്ച് മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ വഴിയും പഞ്ചായത്ത് അംഗങ്ങളുടെ 1 മാസത്തെ ഓണറേറിയം എടുത്തും കുടുംബശ്രീ വഴി ഓരോ യൂണിറ്റിൽ നിന്ന് ഒരംഗത്തിൽ നിന്ന് 100 രൂപ നിരക്കിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ സെന്റ് ജോസഫ് HSS, OLF GHSS പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾ വഴി പിരിച്ചെടുത്ത 15 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ 4 വർഷമായി കാണാനില്ല. പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്തിനെ അറിയില്ല, ആർക്കും ഉത്തരമില്ല. ഗ്രാമപഞ്ചായത്തിനോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം CPM-കാരുടെ കൊഞ്ഞനം കുത്തലാണ്. പൈസ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഈ പൈസ ഉപയോഗിച്ച് CPM പാർട്ടിയും അതിന്റെ ഭിക്ഷാന്തേഹികളും പറമ്പ് കച്ചവടം നടത്തുകയാണ് എന്ന് അങ്ങാടിയിൽ പ്രധാന ചർച്ച. ഇതിനായി 8ാം വാർഡ് മെമ്പറായിരുന്ന ഞാൻ 60,000-ൽ പരം രൂപ പിരിച്ച് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും 7ാം വാർഡ് മെമ്പറുടെയും പേരിൽ ചേർന്ന് കളിസ്ഥല സമിതി ജോയിന്റ് അക്കൗണ്ടിൽ അടച്ചിരുന്നു. അന്ന് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ച അതേ പറമ്പ് കച്ചവടം ചെയ്ത് ഗ്രൗണ്ടും CPM പാർട്ടി ഓഫീസും പണിയാൻ പുതിയ പിരിവ് തുടങ്ങുന്നു എന്നറിയുന്നു. ഗ്രാമപഞ്ചായത്ത് CPM പറമ്പ് കച്ചവട കൂട്ടുകെട്ട് ജനം തിരിച്ചറിയണമെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്.